സംസ്ഥാനത്ത് നിന്ന് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും പങ്കിട്ട് നൽകാൻ CPMൽ ആലോചന. എന്നാൽ ആദ്യ ഊഴം ആർക്കെന്ന തർക്കം തലവേദനയാകും. അവകാശവാദം ഉന്നയിച്ച RJD നിലപാടും നിർണായകമാകും. സംസ്ഥാനത്ത് നിന്ന് ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റിൽ ഇടതുമുന്നണി വിജയിക്കുന്ന 2 എണ്ണത്തിലെ തർക്കമാണ് LDFന്റെ ഇപ്പോഴത്തെ തലവേദന. ഇതിലൊരെണ്ണം CPM നിലനിർത്തിയാൽ മറ്റൊരെണ്ണം CPI, കേരള കോൺഗ്രസ് എം, RJD എന്നീ പാർട്ടികളിൽ ആർക്ക് നൽകുമെന്നതാണ് പ്രധാന പ്രശ്നം. CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നിവർക്ക് 6 വർഷം വരുന്ന രാജ്യസഭാ സീറ്റ്, CPI, കേരള കോൺഗ്രസ് ഗ്രൂപ്പ് എന്നിവർക്ക് 3 വർഷം വീതം പങ്കിട്ട് നൽകാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ആദ്യ 3 കൊല്ലത്തിന് മാത്രമേ ഉറപ്പുള്ളൂ. കാരണം അടുത്ത തവണ ഇടതുമുന്നണിക്ക് സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ട രാജ്യസഭാ MPയെ വിജയിപ്പിക്കാൻ കഴിയാതെ വരും. അതിനാൽ ആദ്യ മൂഴമാകും അടുത്ത തർക്കത്തിന് കാരണമാവുക. CPIക്ക് നിലവിൽ രാജ്യസഭാ സീറ്റ് ഉള്ളതിനാൽ ജോസ് കെ മാണിക്ക് ആദ്യ ടേം നൽകി പിണക്കാതിരിക്കാനാണ് CPM ശ്രമിക്കുന്നത്. എന്നാൽ രാജ്യസഭയിൽ നിന്ന് ജോസ് കെ മാണിക്കൊപ്പം കാലാവധി പൂർത്തിയാക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വീണ്ടും രാജ്യസഭയിൽ അയക്കണമെന്ന നിലപാട് പാർട്ടി കടുപ്പിച്ചാൽ ധാരണകളെല്ലാം പൊളിയും. ഇതുകൂടാതെയാണ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടാതെ പോയ RJDയുടെയും അവകാശവാദം. MV ശ്രേയാംസ് കുമാറിന് വേണ്ടിയാണ് RJD സീറ്റ് ചോദിക്കുന്നത്. ഇതിനിടെ VS അച്യുതാനന്ദൻ ഇരുന്ന ക്യാബിനറ്റ് പദവിയായ ഭരണപരിഷ്കരണ ചെയർമാൻ സ്ഥാനം ജോസ് കെ മാണിക്ക് നൽകാനും ആലോചനയുണ്ട്. അങ്ങനെയെങ്കിൽ CPIക്കും RJDക്കും രാജ്യസഭാ സീറ്റ് പങ്കിട്ട് നൽകാൻ കഴിയുമെന്നാണ് മറ്റൊരാലോചന. ജനം, തിരുവനന്തപുരം.